കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോൾ ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലോ ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണത്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്. ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി, ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. അതോടൊപ്പം റമദാൻ മാസമാണ്, സാമ്പത്തികമായിട്ട് എല്ലാവരും പീസ് റേഡിയോ സഹായിക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഒരു ചെറിയ തുകയുടെ സഹകരണം കൂടി ഉണ്ടാവണം എന്നീ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഡൊണേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ ലിങ്കിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിൻ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി പൈസ ഒന്നും തന്നിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ റേഡിയോ കേട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഈ ഒരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്.